പ്രിയമുള്ളവരെ, 2023 പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായ ഒരു ടോർച്ചറിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനത് കാണാനിട വന്നത്. നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ ഇന്ന് സുജിത്തിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ കോടതി കേസെടുക്കാൻ ഉത്തരവിട്ട സംഭവത്തിലൊക്കെ തന്നെ സുജിത്ത് സന്തോഷം പ്രകടിപ്പിച്ചതാണ്. സുജിത്ത് ഇക്കാര്യത്തിൽ ഏറെ പ്രതികരണവും നേരത്തെ നടത്തിയതാണ്. ഇന്ന് സുജിത്തിൽ നിന്നൊരു പ്രതികരണം കിട്ടിയിട്ടില്ല. അപ്പോഴും സുജിത്തിന്റെ നിയമ പോരാട്ടത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനിയും പോരാട്ടം തുടരുമെന്ന് നേരത്തെ തന്നെ സുജിത്ത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തനിക്ക് അനീതി നേരിട്ടിരുന്നുവെന്നും അതിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആ യുവാവ് ഏറെക്കാലമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് സുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയേതായാലും ഇതിൽ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് സുജിത്ത് പറയുന്നത്. അകാരണമായി സുജിത്തിനെ 2023 മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഹൃത്തുക്കളെ അകാരണമായി പോലീസ് ചോദ്യം ചെയ്തു. ഇത് എന്തിനാണെന്ന് ചോദിച്ചതിനാണ് ആ ഒരു വൈരാഗ്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇയാൾക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അന്ന് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഇപ്പോൾ ഈ കേസ് നിൽക്കുകയാണ്. അതിനിടയിലാണ് നിർണായകമായ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടരാജ പരിശ്രമമാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. പ്രിയമുള്ളവരെ, പോലീസ് പഞ്ഞിക്കിട്ടു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാനിന്ന് ആദ്യമായിട്ട് കാണുകയാണ്. എനിവേ, ആലോചിച്ച് പോയാൽ അത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ഈ നിലവിലുള്ള ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നേതാവ് ആരെയും കൊന്നിട്ടുള്ളതായിട്ട് അറിവില്ല. പിന്നെ അയാൾ ചെയ്ത് തെറ്റെന്താന്ന് ഇപ്പോൾ പറഞ്ഞിടത്ത് പോലീസുകാരെ ചോദ്യം ചെയ്തു എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തു തന്നെയാണേലും കൊള്ളാം. ഇതുപോലെ ഇങ്ങനെ കായികമായിട്ട് ഒരു പ്രതിയെ നേരിടുന്ന പോലീസുകാരെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ ആലോചിച്ച് പോവുകയാണ്. നിങ്ങളുടെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ നിങ്ങൾ ഇതുപോലെ ഉപദ്രവിക്കുമോ? നിങ്ങളുടെ മക്കളെ ഇതുപോലെ ഉപദ്രവിക്കുമോ? ആലോചിച്ച് പോവുകയാണ്. കാര്യം ഈ ഒരു വയലൻസ്, ഇങ്ങനെ വയലൻ്റായി പെരുമാറുക എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ല. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്. അത് എപ്പോൾ വേണമെങ്കിലും വെളിയിൽ വരാം. അപ്പം നിങ്ങൾക്കൊപ്പം താമസിക്കുന്ന, നിങ്ങൾക്കൊപ്പം സഹവസിക്കുന്നവരുടെയൊക്കെ അവസ്ഥ എന്താണ്? വളരെ കഷ്ടം തന്നെ. ഒന്ന് നന്നായിക്കൂടെ? കാലം ഒരുപാട് മാറിയിരിക്കുന്നു. ഈ കാണിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ചെറ്റത്തരം, പോകൃതരം എന്നൊക്കെ പറയേണ്ടത്. അയാൾ ആരെയും കൊന്നിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. നിലവിൽ അങ്ങനെ ഒരു വാർത്തയൊന്നും കണ്ടില്ല. അയാൾ ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലും അറിയില്ല. എനിവേ, എന്തു തന്നെ ആയാണേലും നിങ്ങൾ ഈ കാണിച്ചത് ലോക ചെറ്റത്തരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.